പ്രിയപ്പെട്ടവരെ നമസ്കാരം. നമ്മൾ അടുക്കളയിലാണ്. സമയം നല്ല ഉച്ച സമയമാണ്. നമ്മൾ കുറെ നാളായിട്ട് വിജയിക്കുന്നത്. ഞാൻ പറഞ്ഞുതരാം. ശരി പറയും. കൊഴുവ വാങ്ങിച്ചിട്ട് വന്നു. നത്തോലി എന്ന് പറയുന്ന മീനില് നമ്മൾ തൃശ്ശൂർക്കാർ കൊഴുവ എന്ന് പറയും. അത് ചേട്ടൻ വാങ്ങിച്ചിട്ട് വന്നു. അപ്പൊ കൊഴുവ ബിരിയാണി ഉണ്ടാക്കിയാൽ എല്ലാ സാധനങ്ങളും ഇവിടെ ഇരിക്കുന്നുണ്ട്. ഇത് ബിരിയാണിയിലേക്ക് അത് കുറെ നാളായിട്ട് ഫ്രിഡ്ജിൽ ഇരിക്കണതാ. നമ്മൾ എപ്പോഴും ഉണ്ടാക്കിയിട്ട് ബാക്കി. ഇപ്പൊ കുറെ നാളുകളായിട്ട് ബിരിയാണി ഉണ്ടാക്കാറില്ലേ വീട്ടില്. നമ്മുടെ ചാച്ചിബീന്ന് ബിരിയാണി ഇടയ്ക്ക് പോയിട്ട് കഴിക്കണ കാരണം. അപ്പോൾ കൊഴുവ ബിരിയാണി ഉണ്ടാക്കിയാലോ എന്ന് വിചാരിച്ചപ്പോൾ ചേട്ടൻ അത് വീഡിയോ എടുക്കണം. ഉച്ചക്കിലേക്ക് ഇന്ന് അത് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. ചോറ് വെച്ചിട്ടില്ല ഇന്ന്. രാവിലെ ഞങ്ങൾ പുട്ടും കടലേ കഴിച്ചത്. അപ്പോൾ വീഡിയോ എടുക്കണം. അപ്പോൾ ഞാൻ പറഞ്ഞു നല്ല വെയിലാണ്, എടുക്കാൻ പറ്റില്ല, ഉച്ച നേരാണ്, അതാണ് ഇതാണെന്നൊക്കെ പറഞ്ഞു. അപ്പോഴേക്കും അടുക്കളയിൽ ഇതൊക്കെ ലൈറ്റും ഇതൊക്കെ സെറ്റപ്പ് ആക്കൽ കഴിഞ്ഞു ആളത്. നീ അടുക്കളയിൽ തന്നെ ഉണ്ടാക്കിയാൽ മതി, നീ ഇങ്ങനെ ഇവിടെ ചെയ്യണേ അതുമാതിരി ചെയ്തോന്ന് പറഞ്ഞു. പുറത്താണെങ്കിൽ പാത്രങ്ങളൊക്കെ എടുത്തിട്ട് ഓടണമെന്നല്ല, വെയിലിന്റെ ഒടുക്കത്തെ വെയിലാണ്. ബിരിയാണി എന്ന് പറയുമ്പോ അടുക്കളയില് നമ്മള് വീഡിയോ എടുക്കണില്ലെങ്കിൽ 1/4 മണിക്കൂർ കൊണ്ട് പണി കഴിയും. പക്ഷെ വീഡിയോ എടുക്കണമെങ്കിൽ എന്തോരം സമയം വേണമെന്ന് അറിയോ. മഞ്ഞളും കാക്കി വെച്ചിട്ടുണ്ട്. മഞ്ഞളും മുളക് പൊടിയും ഉപ്പും ചേർത്തിട്ട് പരത്തി വെച്ചിട്ടുണ്ടായിരുന്നു. ഇത് വറക്കാൻ വേണ്ടി സൈഡില് എന്നിട്ട് ചേട്ടന് പറയാനുള്ള പറയും. എനിക്ക് പറയാനുള്ള നത്തോലി ബിരിയാണി ഇട്ടിട്ടുള്ള അയ്യോ ഇവിടെ കത്തി വെച്ചിട്ടുണ്ടായിരുന്നല്ലോ. ഞാൻ കത്തി അത് ആരെടുത്തോണ്ട് പോയി എപ്പോഴേക്കും കത്തി നീ എന്നാണ്ട് കൊണ്ടുപോയിണ്ടാവും. ഇല്ലില്ല. അപ്പൊ അതിലെന്തോരുണ്ട് നോക്കട്ടെ. ഓ അരിയുടെ പാക്കറ്റ് പൊട്ടിച്ചേക്കണത് ഭയങ്കര ഭംഗിയിലാണ്. ഒരു പാത്രത്തിലാക്കി ഇവിടെ നിങ്ങൾക്ക് ഇതിപ്പോ ഒരു കപ്പ് ഇത് നല്ല റോസ് ബ്രാൻഡ് അല്ലേ, ജീരകശാല അരി. നമ്മൾ ഇതുകൊണ്ട് തന്നെ മിക്കവാറുണ്ടാക്കാറുള്ളൂ. 2 കപ്പ് തുണ്ടായിട്ട് ബാക്കിയൊക്കെ ഉണ്ടാക്കിക്കൂടെ? തിന്നാണ്ടല്ലോ. അയ്യോ ചേട്ടൻ ബിരിയാണി വലിയ ഇഷ്ടമില്ല ചേട്ടാ. പക്ഷെ ഈ കൊഴുവ ബിരിയാണി ചേട്ടൻ നല്ല ഇഷ്ടമാണ്. നമ്മുടെ പ്രീതേച്ചി ഇവിടെ ഒരു 2014 ഒരു കൊല്ലം നമ്മുടെ വീട്ടിലുണ്ടായിരുന്നു. കണ്ണൻ ആ സമയത്ത് 10ാം ക്ലാസ്സിലായിരുന്നു. പ്രീതേച്ചി 2ാമത്തെ. അപ്പോൾ അവരെ ഞാനാ പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരു കൊല്ലം ചേച്ചി വിടുന്നായിരുന്നു. ചേച്ചിയാണ് ഇതിവിടെ അന്ന് ഉണ്ടാക്കിയത്. അങ്ങനെയാണ് ഞങ്ങൾ നമ്മൾ ആകെ ചിക്കൻ ബിരിയാണി, മട്ടൻ, ബീഫ് ബിരിയാണി അങ്ങനെയൊക്കെ ആയിട്ടുള്ളത്. ഇങ്ങനെ ബിരിയാണിനെ കുറിച്ച് കേട്ടിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ബിരിയാണി വളരെയധികം വെറുത്തിരുന്ന ചേട്ടൻ ഒരു ബിരിയാണി ലവറായിട്ട് മാറിയത് ആ നത്തോലി ബിരിയാണി കഴിച്ചതിന് ശേഷം അല്ലേ. അതിനുശേഷം ബിരിയാണി ഉണ്ടാക്കണം എന്ന് പറയുമ്പോഴത്തേക്കും ചേട്ടൻ കൊഴുവ ഉണ്ടെങ്കിൽ അതും ബിരിയാണിക്കുള്ള സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ട് വരും. 2.25 കപ്പ് അരി എടുത്തിട്ടാ ഇത് കഴുകി വെള്ളത്തിലിട്ടേക്കട്ടെ. മീൻ വറക്കട്ടെ. മീൻ വറക്കാൻ വെച്ചാ അപ്പൊ നമ്മള് മീൻ വറക്കാൻ പോവാണ്. ഇവിടെ അടുക്കളയിലെ പിന്നെ ഭയങ്കര സുഖ കാര്യങ്ങള്. അധികം കൊണ്ട് ഓടി നടക്കേണ്ടത് സാധനം കത്തി. കൈകോളം പറയാ. അതെ ഞാൻ വല്ല കൊതുവിനടിച്ചു വിചാരിച്ചു. കൊതുവിനടിക്കണെങ്കിൽ മോത്താനടിക്കുക. ജഗ്ഗുവാണ് കേട്ടോ ഷൂട്ട് ചെയ്യണത്. നമ്മുടെ ക്യാമറാമാൻ ഒരു കല്യാണത്തിന് പോയിതാ. അപ്പൊ അരി കഴുകാനൊക്കെ നല്ല സൗകര്യം എവിടെയും പാടിക്കല്ലാണ്ട്. അപ്പൊ നമ്മുടെ അരി കഴുകി വെള്ളം ഒഴിച്ചിട്ടൂട്ടാ. ഇനി തൊട്ടാ ചേട്ടൻ മീൻ വറക്കാൻ പോണു. മീൻ വറക്കലും മീൻ കറി ഉണ്ടാക്കണതേ നമുക്ക് വെളിച്ചെണ്ണയില് ശരി ചെയ്തോ. അപ്പൊ നമ്മള് വെളിച്ചെണ്ണയാണ് ഒഴിക്കുന്നത് കേട്ടോ. അതില് വെളിച്ചെണ്ണയിലാണ് വറക്കണത് ബിരിയാണി. കാരണം വെച്ച് കഴിഞ്ഞാൽ ഈ മീനിന് അങ്ങനെ വെളിച്ചെണ്ണ കുത്ത് വരാറില്ല. ഞാനപ്പൊ ഇപ്പുറത്തെ അടുപ്പത്ത് ബിരിയാണി ഉണ്ടാക്കാൻ നോക്കാൻ പോവാ. ഷടപടയെന്ന് കാര്യങ്ങൾ നോക്കാം. അപ്പൊ സരിത ഇവിടെ കുക്കർ അടുപ്പത്ത് വെച്ചിട്ടാ ഞാൻ മീൻ വറക്കാൻ വെക്കുന്നു. അതുകൊണ്ട് മുഴുവൻ ആക്കണ്ട. ഇപ്പൊ അതുകൊണ്ട് മുഴുവൻ ആക്കാൻ ഇത് 1 കിലോ വാങ്ങിച്ചിട്ട് ഇതാക്കിയിട്ടുള്ളതാണ് കേട്ടോ. അപ്പൊ 1 കിലോ കൊണ്ട് ഉണ്ടാക്കണം. അതെ ഞാനിത് ഒറ്റയ്ക്ക് ഉണ്ടാക്കുകയാണെങ്കിൽ ഈ 1/2 കിലോ മീനോണ്ട് ഞാൻ ഉണ്ടാക്കും. ചേട്ടൻ മീൻ വറക്കാൻ നിൽക്കണ കാരണം കൊണ്ടാണ് ഞാൻ ചോദിച്ചത്. അത് മുഴുവൻ എടുക്കുമെന്ന് തോന്നുന്നു. ഈ ഒരു പേര് ദോഷമുള്ളതാണിത്. നമ്മൾ വറക്കുമ്പോൾ മീൻ കൂടുതലെടുത്ത് തിന്നും എന്നുള്ളത്. അത് ഇത്തവണ ഞാൻ മാറ്റി പേര് ദോഷം മാറ്റും ചേട്ടൻ. നമ്മൾ ഒരുപാട് ഇട്ടിട്ടുള്ളതാ ഈ ബിരിയാണി. ഞാൻ പറഞ്ഞില്ലേ അതൊരു 4-5 കൊല്ലം മുമ്പാണ്.
സരിത വന്ന് വീഡിയോയിലൊക്കെ വന്നു തുടങ്ങിയ ടൈമില് അല്ല അത് ഇപ്പൊ ചേട്ടന് ഇപ്പൊ എന്താ വീണ്ടും അത് എടുക്കാൻ തോന്നിയേ? അന്നത്തെ അന്നത്തെ സബ്സ്ക്രൈബേഴ്സ് ഒക്കെ ഉണ്ട് ഇപ്പോഴും ഉണ്ട്. പക്ഷെ ആ ബിരിയാണി അത് സെർച്ച് ചെയ്ത് കിട്ടുന്നില്ല. ഇല്ലേ? നമ്മുടെ 1500 ബിരിയാണി. ഞാൻ ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ ഓരോന്നും എടുക്കാണ് കേട്ടാ, അടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ ബിരിയാണി ഉണ്ടാക്കാനായിട്ടുള്ള സാധന മസാലകൾ അതൊക്കെ എടുത്തു വെച്ചു കൂട്ടാ. ഇനി അയ്യോ ഇവിടെ തന്നെ ഉണ്ട് സാധനം. സൺഫ്ലവർ ഓയിലാണ് ഉണ്ടാക്കണേ. സൺഫ്ലവർ ഓയിൽ നെയ്യും സൺഫ്ലവർ ഓയിൽ ഒഴിക്കുന്നു. അന്ന് നമ്മൾ വീഡിയോ ഇട്ടില്ല, നമ്മൾ ഡാൽഡയിലാണ് കേട്ടോ ഉണ്ടാക്കണേ. കാരണം പ്രീതേച്ചി ഡാൽഡയിലാണ് ഉണ്ടാക്കാറ്. പിന്നെ നമ്മൾ ഡാൽഡ ഉപയോഗിക്കൽ കംപ്ലീറ്റ് ആയിട്ട് നിർത്തി. ഇപ്പോൾ ഒരു സാധനത്തിൽ നമ്മൾ ഡാൽഡ ഉപയോഗിക്കാറില്ല. ബിരിയാണി ഉണ്ടാക്കണത് ഇപ്പം ഇങ്ങനെ കാണിക്കൊന്നും വേണ്ട. ശരിക്കും പറഞ്ഞാല് കൊച്ചു കുട്ടികൾക്ക് പോലും അറിയാം. ഇത് കണ്ട, ഇത് ഇങ്ങനത്തെ ഈ പാത്രത്തിന് ഒരു പേരുണ്ട്. അയ്യോ സുനന്ദ ചേച്ചി പറഞ്ഞു. അയ്യോ അപ്പം അതിങ്ങനെ മീൻ വറക്കുമ്പോഴൊക്കെ നമ്മൾ മേലെ വെച്ചാലേ ഇവിടെ മേലേക്ക് പൊട്ടിത്തെറിക്കണ മാത്രമല്ല, ഇവിടെയൊക്കെ മൊത്തം ഇങ്ങനെ തെറിക്കില്ലേ, ആ തെറിച്ച് നമുക്കിങ്ങനെ കുറേ ക്ലീനിങ്ങിനൊരു ഇതല്ലേ, അതൊക്കെ ഒഴിവാക്കാം. പക്ഷെ നമ്മളിത് വെച്ചപ്പോൾ എനിക്കിത് ഓർമ്മയുണ്ടായിരുന്നില്ല. ഓർമ്മ നമ്മൾ എടുത്ത് വെച്ച എന്തേ മറച്ചിടാൻ പറ്റുള്ളേ. ഞാൻ ഇത് ഇടാൻ പോട്ടെ ഇതിലേക്ക്. നെയ്യ് ഒഴിച്ചിട്ട് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു, ബാക്കി സാധനങ്ങളൊക്കെ ഇട്ടു. സാജീരകം പൊട്ടി. തീ കുറച്ചുണ്ടല്ലോ. അച്ഛനോട് തീ കുറയ്ക്കാൻ. എനിക്ക് തീ കുറയ്ക്കണ്ടല്ല, ഇതേ ഇനി സബോള ഒരു 1/2 സബോള കൊത്തിയരിഞ്ഞത്. ഈ സാധനത്തിന് ഉയരം കൂടുതലാ. എവിടെ മുട്ടിപ്പലയിൽ എവിടെന്നോ? നമ്മുടെ വീട്ടില് മുട്ടിപ്പലയില്ലല്ലോ. ഇങ്ങനെ വെക്കണം. എന്നെ ഉയരം കൂടി നീ നോക്കിയേ. ഒരു മിനിറ്റേ, രക്ഷപ്പെട്ടു എന്നാ ഞാൻ ഉയരം കൂടിയപ്പോളാ. അയ്യോ വെള്ളം അളന്നെടുക്കട്ടെ. വേണ്ട, ഒരു വഴിയുണ്ട്. ഒരു മിനിറ്റേ, ഞാൻ വെള്ളം അളന്നെടുക്കട്ടെ. ബെസ്റ്റ് വഴിയുണ്ട്. ഞാൻ പറഞ്ഞത് വെള്ളം ഞാൻ നമ്മുടെ ചൂടുവെള്ളത്തിന്റെ ഇത് ഓണാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പൊ നമുക്ക് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കാമല്ലോ. 2.25 കപ്പ് അരിയാണ് എടുത്തിട്ടുള്ളത്. അപ്പൊ അതിന്റെ 1.5 ഇരട്ടി എന്ന് പറയുമ്പോ എത്ര വരെ? 2.25 1.5 ഇരട്ടി. 1.5 2.25. പിന്നെ ഈ 2.25 പകുതിയും കൂടി. അപ്പൊ 2.25 പകുതി എത്രയാ? 1.25 പകുതി എന്ന് പറയുമ്പോ നീ അതിലാളന്നിട്ട് അതിന്റെ പകുതി ആക്കിയാൽ മതി. 2.7 പോരല്ലോ. അതെ, വായ തോന്നി വിളിച്ചു പറയരുത്. 75ന്റെ പകുതി. ആദ്യം 2.25 എടുക്കട്ടെ. ചേട്ടാ തീ അതൊന്ന് ഇളക്കി ചേട്ടാ. ഞാൻ ഇതുവരെ ഇട്ടിട്ടില്ലേ ചെരുപ്പ്. അത് പക്ഷെ ഞാൻ ഇടിഞ്ഞു പൊളിഞ്ഞു വീഴും. നോക്ക്, നീ നടക്കണ്ട, അതിട്ടിട്ട് നോക്കി നോക്ക്, ഉയരം നോക്കി നോക്ക് കേട്ടാ. എങ്ങനെ രക്ഷപ്പെടുന്നു? എന്റെ മേലേക്ക് തെറിക്കണ്ടാ? നീ നിന്നോ മീനേ സരിത. ഉണ്ണി നിനക്ക് ബനിയനിട്ടൂടെ? ഒരു തടസ്സം കിട്ടില്ലോ. നോൺ സ്റ്റിക്കില് ആക്കേണ്ടതായിരുന്നു. കുഴപ്പമില്ല, അതിപ്പോ അങ്ങനെ തന്നെ കിടന്നില്ലേലും കുഴപ്പമില്ല ചേട്ടാ. 3/4 പകുതിയാണ് ഇനി വേണ്ട. 3/4 പകുതി. ഞാൻ അളന്നെടുത്തൂട്ട വെള്ളം.
ഇത് വാടി മീൻ ഇളക്കിയെടുത്തു. സബോളയും സാധനങ്ങളൊക്കെ വാടി. പിന്നെ ഇതില് നമ്മള് ഏറ്റവും മുകളില് കുറെ സബോളയൊക്കെ അരിഞ്ഞ് എന്താ പറയാ വറുത്ത് മേലെ ഇടില്ലേ, ആ പരിപാടി ഇല്ല. സന്തോഷായില്ലേ? ജഗ്ഗുന്റെ മുഖം നോക്കി വിരിഞ്ഞു. ഒന്നുമിടല്ലേ, ഇട്ടു. അരിമീന് മാത്രം മതി അല്ലേ? വെള്ളം ഒഴിക്കട്ടെ. നമ്മൾ അളന്ന് വെച്ചിട്ടുള്ള തിളച്ച വെള്ളമാണ് കേട്ടോ ഒഴിക്കണം. തീ കൂട്ടിക്കോ. അപ്പൊ എത്ര ഒഴിച്ചിട്ടുണ്ട്? 2 കപ്പും 2.75 3.75 ഒരു 4.25 അടുത്ത് വെള്ളം ഒഴിച്ചു. ഉപ്പിടട്ടെ. എന്തൊരു ഉഷ്ണല്ലേ ലൈറ്റ് കൂടിയിട്ടുണ്ടേ. ഇതേ ഈ ചെരുപ്പേ ഇടുമ്പോ സരിദൂരം കൂടി കണ്ടാ. ഇനി എനിക്ക് ഉപ്പിടാൻ പോകണം കേട്ടാ. ഉപ്പ് മുന്നിലേക്ക് നിൽക്കണം. ഇതിനോട് ഉപ്പിടേണ്ട വരും. കുഴപ്പമില്ല, ഒരു വട്ടം കൂടി തിരുവനന്തപുരം വരും. നോക്കട്ടെ, ഉപ്പ് നോക്കിയാൽ അറിയുള്ളൂ ഇനി എന്തോരം ഇടണം. ഇല്ല, ഉപ്പിന് എന്തോരം ഇടണം അറിയണം, നോക്കണം. അപ്പൊ ഫസ്റ്റ് മീൻ വറുത്തത് ഞാൻ എടുക്കാൻ പോവാണ് കേട്ടോ. സരിത അച്ഛൻ്റെ പുതിയ ഷർട്ട് അച്ഛൻ്റെ, അതിന്റെ ഡ്രസ്സിന് മാച്ച് ആവാൻ വേണ്ടിട്ട് ഇട്ടതാ. അത് തന്നെ ഇട്ടിട്ട് തന്നതാ മീൻ വറുത്തത്. ഓ കാണുമ്പോ കൊതിയവാ. പക്ഷെ ചേട്ടൻ ആ പേര് ദോഷം മാറ്റുന്ന് പറഞ്ഞിട്ടാ. തൊടില്ല, ആരും കാണാതെ തിന്നുള്ളൂ. ശരി. ഈ കൊഴുവ ഭയങ്കരമായ ഒരു ആകർഷണ സാധനം കേട്ടാ. ഓ കേട്ടതൊന്നും ബാക്കിയൊന്നും ആകർഷണമില്ല. ആകർഷണം ഇല്ലാത്തൊരു സാധനത്തിന്റെ പേര് പറയൂ. നീ ഞാനാ? ആണല്ലോ, ഉറപ്പാണല്ലോ. മാറ്റി പറയരുത് കേട്ടാ. ശരിയാക്കി തരാം, ശരിയാക്കി തരാം. ആകർഷണം ഇല്ല അല്ലേ? ആഹാ. നമ്മുടെ വെള്ളം തിളച്ചു. എന്നെ തൊടരുത്. ആകർഷണം ഇല്ലാത്ത ചേട്ടനല്ലേ? എനിക്ക് ആകർഷണം ഇല്ലാന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ. അപ്പൊ ചേട്ടൻ തൊടാണ്ടിരുന്നാ പോരെ? എനിക്ക് തൊടാലോ. എന്തോന്നും മിണ്ടാത്തെ? ഞാൻ മീനില് ശ്രദ്ധ, എന്റെ കോൺസെൻട്രേഷൻ കളയരുതിട്ടാ. സരിതായിരുന്നു കേട്ടാ. മുഴുവൻ മറക്കാലോ സരിത. മുഴുവൻ മറക്കാം. കാര്യം പറഞ്ഞ അതിൽ ഉറച്ചു വെക്കും ചേട്ടൻ. ഒരു കാര്യമെങ്കിലും പറഞ്ഞ വാക്ക് പാലിച്ചിരുന്നെങ്കിൽ മുഴുവൻ മറക്കാം. മനുഷ്യനൊന്നും സന്തോഷത്തോടു കൂടി മരിക്കായിരുന്നു. എന്റെ ചേട്ടൻ പറഞ്ഞ വാക്ക് പാലിച്ചു. എന്തുട്ടാ കട്ട് ചെയ്യാനാ? കട്ട് ചെയ്യണ്ടോട്ടാ ജഗ്ഗോ. അച്ഛന്റെ തനിനിറം ലോകം മുഴുവൻ കാണട്ടെ. കൊഴുവേനെ വെട്ടാൻ പറ്റില്ല കേട്ടാ. അയ്യോ ചേട്ടാ, നല്ല ചൂട് ഫാനിട്ടാ നമുക്ക്. തീ കെടുല്ലേ? അവിടെ ഫാൻ ഇട്ടിട്ട് അവിടെ കുറച്ച് കാണിച്ചില്ലേ? അപ്പഴേ ആവട്ടെ. അരി തിളയ്ക്കണോട്ടാ. ചൂടുവെള്ളം ഒഴിച്ചാൽ പെട്ടെന്നായില്ല. നന്നായി തിളച്ചും പറഞ്ഞിട്ട് നമുക്കത് മൂടാം. പെട്ടെന്ന് കഴിയും ബിരിയാണി. ഇപ്പൊ ഈ അടുപ്പില് വഴറ്റാൻ തുടങ്ങാം ചേട്ടാ. അല്ല അത് കൊള്ളില്ല, അകത്തിക്കും കേട്ടോ. ഇത് കഴിഞ്ഞിട്ട് മതി. ഇതിപ്പോ ആവില്ലേ? ഇറക്കി വെച്ചിട്ട് എന്നിട്ട് മതി. ഗ്യാപ്പ് ഉണ്ടാവണം, ഒരു അകൽച്ച. അല്ലെങ്കിൽ നമ്മളത് മുട്ടി നിൽക്കും. അത് ശരിയല്ലല്ലോ. കണ്ടാ ഇപ്പൊ നീ മാറ്റിയുമ്പോ പിന്നെ കള്ള് ഷാപ്പിൽ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ കൊഴുവ് കിട്ടും.
ജഗ് പറഞ്ഞു തിന്നുണ്ടല്ലോ. കഴിച്ചു കഴിച്ചു ഗംഭീര ടേസ്റ്റ്. ചേട്ടാ നന്നായി തിളച്ചു വേണ്ട. അടയ്ക്കണം അടയ്ക്കുമ്പോൾ അതൊന്ന് പിടിച്ചിട്ട് അയ്യോ ഇതിനൊരു തൊണ്ട് ചെറുനാരങ്ങ നീര് പിഴിഞ്ഞ് ഒഴിക്കണം വിചാരിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ. ചെറുനാരങ്ങ അതിന് വേണ്ടി ചെറുനാരങ്ങ കത്തി കൂടെ കൊണ്ടുവന്ന് വെച്ചു, പക്ഷെ മറന്നുപോയി. ചെറുനാരങ്ങ പിഴിഞ്ഞ് വെച്ചിട്ടുണ്ട് കേട്ടോ. ആ സമയത്ത് ചേട്ടൻ എൻ്റെ അഭിമാനത്തിനെ തൊടുന്ന തരത്തിൽ സംസാരിച്ചപ്പോൾ ഞാൻ മറന്നുപോയി. നേർത്തിട്ട് നോക്കി ഇത് പകുതിയില്ല ചേട്ടാ. ഇത്തിരി ലൈറ്റിൻ്റെ ചൂടാണ് കേട്ടാ നമ്മൾ വയറിൻ്റെ കാരണം. ഉപോത്ബലകമായിട്ടുള്ളത് ലൈറ്റിൻ്റെ ചൂടാണ്. എന്തിട്ട് പലക എന്തിട്ട് പലക ഉപോത്ബലകമായത് അത് മൂടി വയ്ക്കാന്ന് വിചാരിക്കുന്നു പലപ്പോഴും. ഞാൻ മറന്നു. മൂടിയേക്ക് ഇതിപ്പോ മീൻ വറുത്ത് കഴിയില്ലോ രണ്ടുപേരും. കഴിഞ്ഞ രണ്ടുപേര് രണ്ടുപേരും രണ്ടുപേരല്ലേ അമ്മയും മോനും. ചേട്ടാ മീൻ വറുത്ത് കഴിഞ്ഞ മീൻ ഇല്ലല്ലോ. ഓഫ് ചെയ്തോ. വിസിലടിച്ചു. 5 സെക്കൻഡ് കഴിഞ്ഞിട്ട് ഓഫ് ചെയ്യും. അത് ഓരോരുത്തരുടെ കുക്കറിന്റെ പോലെ ഇരിക്കട്ടെ. ഇവിടെ ഈ കുക്കറിൽ ഇത്ര സമയം മതി, വെന്തുണ്ടാവും, വെന്തോളും. സ്റ്റൗവ് നമ്മൾ ഓഫ് ആക്കിയിട്ട് ഇത് മാറ്റി വയ്ക്കുകയാണ്. ഇത് തന്നെ ഈർപ്പോട്ടെ. ആ സമയം കൊണ്ട് നമുക്ക് മീൻ കറിയിലേക്കുള്ള അതിൻ്റെ ഇതുണ്ടാക്കണ്ടേ, കൂട്ടാൻ. അതിന് വഴറ്റാം. വറക്കണത് അത്യാവശ്യം കഴിഞ്ഞു പോകുന്നുണ്ട്. 2 സ്റ്റെപ്പ് വറുത്തിട്ട് ഇത്ര ഉണ്ട് കേട്ടോ. വെളിച്ചെണ്ണയിൽ തന്നെയാണ് കേട്ടോ നമ്മൾ ചെയ്യണേ. വെളിച്ചെണ്ണ ഒഴിക്കണോ? ഇതാണ് മാറ്റി വയ്ക്കല്ലേ? അത് മാറ്റി വെക്കാം. തോറത് കഴിഞ്ഞ് വരും. വെളിച്ചെണ്ണയിലേക്ക് നമ്മൾ 2 വെളിച്ചെണ്ണ ചൂടാവണുള്ളൂ കേട്ടാ. സബോള അരിഞ്ഞതും 2 തക്കാളി കുനുകുനുങ്ങനെ അരിഞ്ഞതും. പച്ചമുളക് വേണ്ട വയറിന് ചേട്ടാ. പച്ചമുളക് ഇനിയിപ്പോൾ പൊട്ടിക്കണേ, അല്ലെങ്കിൽ ചേട്ടാ അവിടേക്ക് പോകണം. പറയണ്ട പച്ചമുളകിന്റെ കാര്യം ഇവിടെ ഉണ്ടെച്ചിട്ട് ഞാൻ പച്ചമുളകില്ല ചേട്ടൻ അറിഞ്ഞൂടെ ഇവിടെ പച്ചമുളകില്ലാന്ന് ഞാൻ പറയാം. ഉപ്പിട്ടു. ഒന്ന് ഞാൻ 2 പച്ചമുളക് കൊണ്ടിട്ട്. പച്ചമുളക് വേണം. എവിടേക്കാലും ചേട്ടൻ അവിടേക്ക് പോവാ. ഇത് പറഞ്ഞാൽ പൊട്ടിക്കാം. നമ്മളന്ന് 4 ശൂന്യമുളക് കിട്ടി. അപ്പൊ പച്ചമുളകല്ല പഴുത്തമുളകാണ്. അതിന്റെ ആവശ്യമില്ല എന്ന് പറഞ്ഞില്ലേ? അല്ല എന്നാലും അത് കിടക്കട്ടെ. അരിഞ്ഞിട്ടതേ കത്തി. ഒന്നുമില്ലേ വെറുതെ ഒന്ന് വിളിച്ച ഇവിടെ മറ്റേ തീർന്നോടുന്നല്ലോ. അമർത്തുമ്പോ ഇതങ്ങാനും ഇങ്ങോട്ട് ചെരിഞ്ഞാലേ നമ്മള് ബലം കൊടുക്കുമ്പോ ഈ സാധനം ഇല്ലേ ഇങ്ങോട്ട് മറിഞ്ഞാലോ. ചേട്ടന്റെ ഓരോ കോമാളിത്തരങ്ങള്. ഈ മീനെ വറക്കുമ്പോഴേ ചെറിയൊരു പൊടി പോലെയാവാണ് ടേസ്റ്റ് കൂടുതൽ കേട്ടാ. അത് നമ്മൾ ഈ വറക്കുമ്പോൾ പൊടിയാവണത് കൊണ്ട് പറയുന്നതല്ല. ഈ പാത്രത്തില് മറ്റേ നോൺ സ്റ്റിക്കിന്റെ പോലെ നമുക്ക് ഇങ്ങനെ ഒട്ടും പിടിക്കാണ്ട് കിട്ടില്ല കേട്ടാ. ഇങ്ങനെയായാലും കുറച്ചൊക്കെ പിടിക്കും. പിടിക്കണതാണ് നല്ലത്. അതന്നെ. അപ്പൊ ആ പൊടി നല്ല രസമാണ് കഴിക്കാൻ. മീനപ്പുറത്ത് ആയിക്കൊണ്ടിരിക്കുന്നു. സബോള ഇപ്പുറത്ത് വളർന്നുകൊണ്ടിരിക്കും. സബോളയും തക്കാളി ഒരുമിച്ചിട്ടുണ്ടല്ലോ. അത് ചോറ് വെന്തുണ്ടാവും. ചോറ് വെന്തുണ്ട്. സ്റ്റീം പോയി കഴിഞ്ഞു. ഇത് പ്ലാസ്റ്റിക് അല്ല. ശരിക്കും വെന്തുണ്ട്. ഇറക്കുമ്പോൾ ഒരു സ്വല്പം എൻ്റെ വായിൽ കിട്ടുമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ നോക്കാം കറക്റ്റ്. ഈ തിളച്ച സാധന നാഴി പോ നോക്കി ചേട്ടൻ. അല്ല ഇത് മോളിൽ നിന്ന് ഇച്ചിരി എടുത്തിട്ട് ഒരു സ്വല്പം നേരം കഴിഞ്ഞിട്ട് പാകത്തിന് വെന്തു. നമ്മുടെ സബോളയും തക്കാളിയും വാടി പരിവായിപ്പോ അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്. എല്ലാം നന്നായി വാടി വന്നു. മീൻ വറുത്ത് മാറ്റി വെച്ചിട്ട് നമ്മള് ഇതിലേക്ക് മഞ്ഞൾപ്പൊടി, സ്പൂണില്ലേ
മുളക് പൊടി അത്ര മതി, അധികം വേണ്ട മുളക് പൊടി. മുളക് പൊടി നമ്മൾ മീൻ വറുത്തപ്പോൾ മുളക് പൊടി ഇട്ടുണ്ടല്ലോ, നല്ല എരിവുള്ള മുളക് പൊടിയാണ്. പിന്നെ മല്ലിപ്പൊടി സാധാരണ പോലെ തന്നെ. ഓ മസാലയുടെ ടീസ്പൂണ്, കുട്ടി സ്പൂണാണ്. ചൂടുവെള്ളം ഒഴിക്കില്ല, മസാലപ്പൊടി ഇട്ട് കേട്ടോ. ചൂടുവെള്ളം ഇതിൽ ഒഴിക്കണം, കുഴമ്പാവാൻ. ചൂടുവെള്ളം എടുക്കട്ടാ. മസാല മൂത്തപ്പോൾ ഇതിലേക്ക് ചൂടുവെള്ളം ഒഴിക്കണം. എന്നിട്ട് ഇതിൽ മീൻ ഇടുമ്പോഴേ നല്ല വെള്ളം ഒഴിക്കണം. ഒഴിച്ചോ. ഇപ്പം എന്തോരം വേണമെങ്കിൽ ചാറ് അല്ല ഈ മസാല കൂട്ടുണ്ടാക്കാട്ടാ. അതിനനുസരിച്ച് സാധനം എടുക്കണം മാത്രമല്ല. ഇതിരിക്കിതിരി മല്ലിയില ഇനി തീ സിമ്മിലിടെ മീനിടാം. മീൻ നമ്മുടെ പൊടിഞ്ഞ ടൈപ്പാണ്. മസാലയ്ക്ക് ഉണ്ട് തിരിഞ്ഞാത്ത നോക്കാം. അതിങ്ങനെ ഇളക്ക്. പൊടിഞ്ഞ സാധനം തന്നെ ഭയങ്കര രസമാണ്. നോക്കിയാൽ നമ്മുടെ മസാല നോക്കിയേ, അടിപൊളി കൂട്ടായിട്ടാ. ഇനി ഇത് ലെയർ ലെയറായിട്ട് ഇടാ. ചോറ് ഇനിയിപ്പോൾ അത് ചെയ്യണം, നമുക്കത് കഴിച്ചുകൂടെ? സമയം 1:30 കഴിഞ്ഞു. ഈ ലെയറാക്കി ഇടാൻ നിൽക്കണം. ലെയറായിട്ട് ഇടണ്ട നിർബന്ധമൊന്നുമില്ല, അങ്ങനെ വേണം ചെയ്യാട്ടെ. നമുക്ക് ഈ ചോറ് ലെയറാക്കി ദമ്മിടേണ്ടവർക്ക് ഇടാം. ഞങ്ങൾ കഴിക്കാൻ പോവുകയാണ്. ഇവിടെ തൃശ്ശൂർ സൈഡിൽ ബിരിയാണി, ചിക്കൻ ബിരിയാണി ഒക്കെ സദ്യക്കൊക്കെ പോയാലും ബിരിയാണി റൈസ് വേറെ കറി വേറെ വെച്ചിട്ടുണ്ടാവാം. ആവശ്യത്തിനെടുത്ത് കഴിക്കുക ചെയ്യാം. അപ്പം നമ്മുടെ റൈസ് ഇളക്കിയെടുക്കണോ. ഇതിൽ നമ്മൾ ദമ്മാക്കി ഇടണില്ലല്ലോ, അത് കാരണം ഇതിൽ തന്നെ ഇത്തിരി നെയ്യ് ഒഴിച്ച് ഇളക്കിയിടാം. ഇത്തിരി പൈനാപ്പിൾ എസൻസ്, അതെ ഇളക്കാനായിട്ട് ചെറിയ കുക്കറല്ലേ നമുക്ക്. ഇതിനെ കാണുമ്പോൾ ചിലപ്പോൾ ഉടഞ്ഞ പോലെ എനിക്ക് തോന്നുന്നുണ്ട് കേട്ടോ, പക്ഷെ ഇത് കറക്റ്റ് വേവാണ് കേട്ടോ. ശരിക്കും അത് എൻ്റെ കയ്യിലേക്ക് നിന്നിട്ട് പൊട്ട് കൈ ചൂടാവട്ടാ. അപ്പോൾ ഇടണ്ട, നല്ല ചൂടുണ്ട്. ആ സോറി. ഇനി നമുക്ക് മറ്റേ സാധനം എന്താ പറയാ, ഇത്ര വേണ്ടായിരുന്നു അല്ലേ, ബാക്കി കൂട്ടാനിലിടാം. അണ്ടിപ്പരിപ്പില്ല, മുന്തിരി, അണ്ടിപ്പരിപ്പ് മുന്തിരി വറുത്തതില്ല, അതൊന്നും നമ്മൾ ഇട്ടിട്ടില്ല. നമ്മൾ വിളമ്പുകയാണ്. ചോറ് വിളമ്പാണ്. സരിത സർലാസ് ഉണ്ടാക്കിയിട്ട് ഇവിടെ ജഗത് വാരി തുടങ്ങി. കൂട്ടാൻ പറഞ്ഞ പോലെ മസാല കുറവായി. 1/2 കിലോ മീനെല്ലാം എടുക്കണുള്ളൂ എന്ന് വിചാരിച്ചിട്ട് അതങ്ങോട്ട് കൂട്ടി കഴിക്കി. തിന്നാനാളുണ്ട്, പേടിക്കണ്ട. ജഗ്ഗു റൈസ് എടുത്ത് കഴിച്ചു കൂട്ടാ. നേരത്തെ ചോദിച്ചു മീൻ ഇട്ടിട്ട് ഈ റൈസിനെ നശിപ്പിക്കണം. ഇപ്പൊ കഴിക്കാൻ ടേസ്റ്റ് ഉണ്ട്. ഇതോടെ കഴിക്കാം, കാരണം ഇതിന് വേണ്ടി വരും. സാധാരണ ബിരിയാണി അത്രയുള്ളൂ, പക്ഷെ നല്ല ടേസ്റ്റ് ആണ് കേട്ടോ. ചേട്ടാ വാ, വരാം. നീ കഴിച്ചിട്ട് പറയും. വാരി വാരി തിന്നൂടെ, കണ്ടറിയാം. സബോളയും തക്കാളിയൊക്കെ അടക്കം കഴിക്കടാ, നിനക്കത് ഇഷ്ടമാണല്ലോ. പച്ചക്ക് കഴിക്കും. സലാഡ് മറ്റേ ആ
നീ മറ്റേ ബർഗറിന്റെ ഉള്ളിലൊക്കെ ഇരിക്കണൊക്കെ അടിപൊളിയായിട്ട് കഴിക്കില്ലോ, സാൻഡ്വിച്ചിന്റെ ഒക്കെ ഉള്ളിലുള്ളത്. ഗംഭീരമാണ് കേട്ടാ. മീനും തൈരും വിരുദ്ധാഹാരം തരുതാണ്, അത് കുഴപ്പമില്ല. ഈ അരിയുടെ മികവ് പറഞ്ഞിരിക്കാൻ പറ്റില്ല. ബെസ്റ്റ് അരിയാണിത് ഈ ചോറ്. ഫാൻ ഇടാൻ വേണ്ടിട്ടാ. നമുക്ക് ഫാൻ കഴിഞ്ഞ സൗണ്ട് ഡിസ്റ്റർബൻസ് ഉണ്ടാവുന്നതുകൊണ്ടാണ് നമ്മള് ഫാൻ ഇടാത്ത. അടിപൊളി ബിരിയാണി ട്ടാ. ബിരിയാണി എന്ന് പറയാമെന്ന് എനിക്കറിയില്ല, നമ്മൾ ബിരിയാണി എന്ന് പറയുന്നു. അതെ, ചില സ്ഥലങ്ങൾ ഇതാണ് ബിരിയാണി എന്ന് പറയും. ചോറ് വേറെ കൂട്ടാൻ വേറെ വെച്ചു, അതന്നെ. ഇവിടെ തൃശ്ശൂരുകാർ ഇവിടെ എങ്ങനെയാണ് ചെയ്യാറ്, ദമ്മറിൻ്റെ പരിപാടി ചില സ്ഥലങ്ങളില്ല ഇവിടെ, അതുകൊണ്ടാണ് കേട്ടോ. അപ്പം നല്ലത് വെച്ചോക്കെ. കൊഴുവൊക്കെ കിട്ടുന്ന ടൈമാണ്, ഇഷ്ടംപോലെ കൊഴുവ് കിട്ടുന്ന ടൈമാണ്. 200 രൂപയാണ് കിലോയ്ക്ക് വില ഈ അടിപൊളി കൊഴുവയ്ക്ക്. അപ്പോൾ നമുക്ക് നിർത്താം. അടുത്ത വീഡിയോയിലാണ്. നന്ദി, നമസ്കാരം.